കൊച്ചി നഗരസഭ പെരുമ്പടപ്പ് 60-ാം ഡിവിഷൻ പ്രദേശത്തെ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എറണാകുളം വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. സമരത്തെ തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ വിഷയപരിഹാരത്തിനായി ചുമതലപ്പെടുത്തുകയും താൽക്കാലികമായി ടാങ്കറിൽ ശുദ്ധജല വിതരണം ആരംഭിക്കാനും നടപടികൾ ആരംഭിച്ചു. കൊച്ചി നഗരസഭ പെരുമ്പടപ്പ് 60-ാം ഡിവിഷൻ പ്രദേശത്തെ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എറണാകുളം വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ലഭിക്കുന്നില്ല. ഞങ്ങളൊന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ ആർക്കോ വേണ്ടിയിട്ട് വന്നു പോവുകയാണ്. അതല്ല, ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം വേണം. ഇൻഡോറിൽ സംഭവിച്ചതുപോലെ ഇനി പെരുമ്പടപ്പിലെ കുട്ടികളും വൃദ്ധജനങ്ങളും എല്ലാവരും മരണത്തിനിരയാകും. കാരണം അവിടെ കുടിക്കുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇതിന് സ്മെല്ലാണ്. ഈ വെള്ളത്തിലാണ് പെരുമ്പടപ്പിലെ ജനങ്ങൾ കഞ്ഞി വയ്ക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്ക് നാണമില്ലേ നമ്മളോട് ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ? അവർ പറയണത് എന്താ? കോളുകൾ എടുത്തിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല എന്ന്. അങ്ങനെയാണോ ഉത്തരവാദിത്തത്തിലുള്ള ഉദ്യോഗസ്ഥർ പറയേണ്ടത്? അങ്ങനെയാണോ? ഈ വെള്ളത്തിന് സ്മെല്ലാണ്. ഇതിലാണ് പെരുമ്പടപ്പിലെ ആളുകൾ കഞ്ഞി കുടിക്കുന്നത്. ഇനിയെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തി തരണം. പെരുമ്പടപ്പ് ശ്രീനാരായണ റോഡ്, ശങ്കുതറ, MA മാത്യു റോഡ്, വൈലോപ്പള്ളി പ്രദേശങ്ങളിൽ നൂറുകണക്കിന് വീടുകളിൽ ദുർഗന്ധം വമിക്കുന്ന മലിനജലമാണ് ലഭിക്കുന്നത്. മലിനജലം കലർന്ന നിലയിലാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിരവധിയായ പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഞങ്ങൾ ഇന്നിവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതിനു മുൻപ് പലതവണയായി അധികാരികൾക്ക് പരാതി കൊടുത്തെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു സമരത്തിന് സാഹചര്യം ഒരുങ്ങുന്നത്. ഈ പ്രദേശങ്ങളിൽ പൈപ്പ് പൊട്ടുന്നതും വിവിധ കേന്ദ്രങ്ങളിലെ ലീക്കുമാണ് ജലമലിനമാകാൻ കാരണം. ഈ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം നടന്നത്. സമരം CPI ജില്ലാ കൗൺസിൽ അംഗം TC സഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ശുദ്ധമായ ജലവിതരണം ഏറ്റവും ചുരുങ്ങിയ പൈസക്ക് ശുദ്ധമായ ജലവിതരണം സാധ്യമാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇതര സംസ്ഥാനങ്ങൾക്ക് നമുക്കത് കാണുക സാധ്യമല്ല. നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മലിനജലം കുടിച്ച് മനുഷ്യർ മരിച്ചത് ഈ സമീപകാലത്താണ്. മലിനജലം കുടിച്ചൊരു മനുഷ്യൻ മരിക്കുക, സ്വാതന്ത്ര്യലബ്ധിയുടെ 7.5 പതിറ്റാണ്ട് കാലം രാജ്യം പിന്നിടുമ്പോൾ രാജ്യത്തെ സാധാരണ മനുഷ്യന് ശുദ്ധജലം കൊടുക്കാൻ കഴിയാത്ത സ്റ്റേറ്റായി നമ്മുടെ രാജ്യം മാറുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം തന്നെ അർത്ഥശൂന്യമാകുന്നു എന്നാണ് അർത്ഥം. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. അനിൽ ആനന്ദ് അധ്യക്ഷത വഹിച്ചു. 60-ാം ഡിവിഷൻ കൗൺസിലർ ലിഖിത NX, MS ശോഭിതൻ, KP മണിലാൽ, NE അലക്സാണ്ടർ, VD മധുസൂദനൻ, KA ജോസഫ്, AA സിയാദ്, PB സുദിൻ എന്നിവർ പ്രസംഗിച്ചു. കുടിവെള്ളത്തിന് വേണ്ടി പൈപ്പ് തുറക്കുമ്പോ ടാങ്കിൽ വെള്ളം വീഴുമ്പോ മലിനജലം ലഭിക്കുന്ന കുടിക്കേണ്ടി വരുന്ന ഗതികെട്ട ഒരവസ്ഥ പെരുമ്പടപ്പ് നിവാസികൾ കഴിഞ്ഞ കുറെ നാളുകളായി അഭിമുഖീകരിക്കുകയാണ്. ഇതിന് യുദ്ധാടിസ്ഥാനത്തിലുള്ള പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥ നേതൃത്വം ഇടപെടണം. സമരത്തെ തുടർന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുവാൻ തീരുമാനമായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ വിഷയപരിഹാരത്തിനായി ചുമതലപ്പെടുത്തി. താൽക്കാലികമായി ടാങ്കറിൽ ശുദ്ധജല വിതരണം ആരംഭിക്കുവാനും നടപടികൾ ആരംഭിച്ചു. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് വരും കാലങ്ങളിലും ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ ഓഫീസിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അവരെ ബന്ദികളാക്കുന്ന തരത്തിലേക്കുള്ള സമരത്തിന് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്നാണ് ആമുഖമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.